ഈ ബൈബിൾ ക്ലാസ്സിലേക്ക് എല്ലാ സഹോദരങ്ങൾക്കും ഹാർദവമായ സ്വാഗതം അറിയിച്ചുകൊള്ളുന്നു. തുടർച്ചയായി നാം പഠിച്ചു വന്ന ഈ ബൈബിൾ ക്ലാസ്സിലേക്ക് ഇന്ന് വീണ്ടും നമുക്ക് ജോയിൻ ചെയ്യുവാൻ ദൈവം ഇടയാക്കിയിരിക്കുന്നുവല്ലോ. ദൈവഹൃദയത്തിന് ദുഃഖമുണ്ടാക്കുന്നവ എന്തെല്ലാം എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് നാം ഈ കഴിഞ്ഞ 7 ക്ലാസ്സുകളിൽ പഠിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ 8ാമത്തെ ഈ ക്ലാസ്സിലേക്കാണ് നാം ഇന്ന് വന്നിരിക്കുന്നത്. ദ ലവ് ഓഫ് മണി, ദ ലവ് ഓഫ് സെൽഫ്, ധനസ്നേഹം, സ്വയസ്നേഹം എന്നീ കാര്യങ്ങൾ അത് ചേർത്ത് നാം ഇന്ന് ചിന്തിക്കുന്നു. ഈ ക്ലാസ്സിലേക്ക് വന്നിരിക്കുന്ന എല്ലാ സഹോദരന്മാർക്കും, പിന്നെ സോഷ്യൽ മീഡിയ, യൂട്യൂബ് ഇവയിൽ കൂടെയൊക്കെ പങ്കെടുക്കുന്ന, കേൾക്കുന്ന, കാണുന്ന എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം അറിയിക്കട്ടെ. വേഗം നമുക്ക് ഈ പഠനത്തിലേക്ക് കടന്നു പോകാം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പഠിപ്പിച്ച തൻ്റെ പർവ്വത പ്രസംഗം എന്ന ആ വിശേഷപ്പെട്ട ആ പഠനത്തിനെ ആസ്പദമാക്കിയാണ് ദൈവഹൃദയത്തിന് ദുഃഖമുണ്ടാക്കുന്ന 10 കാര്യങ്ങളെക്കുറിച്ച് നാം പഠിച്ചു വരുന്നത്. ഇത് വളരെ മുഖ്യമായതാണ്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ സെർമൺ ഓൺ ദ മൗണ്ട്. ഓക്കെ, അതിൻ്റെ 8ാമത്തെ വിഷയമാണ് നാം ഇന്ന് പഠിക്കാൻ പോകുന്നത്. അതിനാധാരമായി മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 21 24 വചനങ്ങൾ നമുക്ക് വായിക്കാം. മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 6 വേഴ്സസ് 21 and 24. നിന്റെ നിക്ഷേപമുള്ളിടത്ത് നിന്റെ ഹൃദയവും ഇരിക്കും. 2 യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയുകയില്ല. അങ്ങനെ ചെയ്താൽ ഒരുത്തനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഒരുത്തനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ കഴിയുകയില്ല. നമുക്ക് പരിചയമുള്ള വേദഭാഗമാണ് ഇവിടെ വായിച്ചു കേട്ടത്. 2 അടിസ്ഥാനപരമായ ദോഷങ്ങളെക്കുറിച്ച് യേശു ഇവിടെ പറയുന്നു. മനുഷ്യ ജീവിതത്തിൻ്റെ 2 അടിസ്ഥാനപരമായ ദോഷങ്ങൾ. 1 സ്വാർത്ഥത, 2 അഹങ്കാരം അഥവാ നിഗളം. ഈ 2 കാര്യങ്ങളെക്കുറിച്ചും നാം ഈ പഠനത്തിൽ പഠിച്ചു വരുന്നുണ്ട്. ഇന്നും പണസ്നേഹം അഥവാ ധനസ്നേഹം, സ്വയസ്നേഹം എന്നീ കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അത് സ്വാർത്ഥതയിൽ അധിഷ്ഠിതമായ കാര്യങ്ങളാണ്. അവയെ ദൈവം വെറുക്കുന്നു, അത് ദൈവത്തിന് ദുഃഖമുണ്ടാക്കുന്നു എന്നുള്ളതാണ് ചുരുക്കം. യേശു പറഞ്ഞു, 24-ാം വാക്യം നോക്കുക, 2 യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയുകയില്ല. ആരാണ് ഈ 2 യജമാനന്മാർ? 1 ദൈവമാണ്. 2ാമത്തെ ആൾ മാമോൻ എന്ന് വെച്ചാൽ ധനദേവത. റോമക്കാരുടെ ഇടയിൽ, ഗ്രീക്കുകാരുടെ ഇടയിലൊക്കെയും ധനദേവത എന്നൊരാശയമുണ്ടായിരുന്നു. അവർക്ക് അനേക ദൈവങ്ങളുണ്ട്. ഓരോ കാര്യങ്ങൾക്കും ഓരോ ദൈവമുണ്ട്. ധനത്തിന് ഒരു ദൈവമുണ്ട്. അതിനെയാണ് മാമോൻ എന്നവർ വിളിച്ചിരുന്നത്. അതും ഒരു രീതിയിൽ പറഞ്ഞാൽ ഒരുതരം ദൈവമാണ്. അതുകൊണ്ട് സാക്ഷാൽ ദൈവത്തെയും ധനത്തിൻ്റെ ദേവതയെയും നിങ്ങൾക്ക് ഒരേ സമയം സേവിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുവാൻ കഴിയുകയില്ല എന്നാണ് യേശു ഇവിടെ വ്യക്തമാക്കിയത്. അതാണ് ഈ 2 യജമാനന്മാർ. നമ്മുടെ ജീവിതങ്ങളിൽ ആരാണ് ശരിയായിരിക്കുന്ന യജമാനൻ എന്ന് ഇന്ന് പരിശോധിക്കണം. നമുക്ക് ധനസ്നേഹം എന്ന വിഷയത്തിലേക്ക് വേഗം കടന്നു വരാം. വാട്ട് ഈസ് ദ ലവ് ഓഫ് മണി? ഇത് പൊതുവെ പറഞ്ഞാൽ ദൈവം വെറുക്കുന്ന, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത, ദൈവത്തിന് സങ്കടമുണ്ടാക്കുന്ന മനുഷ്യ ജീവിതത്തിലെ ഒരു തിന്മയാണ് പണസ്നേഹം അഥവാ ധനസ്നേഹം. ഇതിനെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസിൻ്റെ കാഴ്ചപ്പാട് നമുക്ക് വായിക്കാം. 1 തിമോഥെയോസ് 6-ാം അധ്യായം 8 മുതലുള്ള ചില വചനങ്ങൾ നമുക്ക് വായിച്ചു നോക്കാം. 1 Timothy chapter 6 verses 8 onwards. ഉന്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് വിചാരിക്കാം. ധനികന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കെണിയിലും കുടുങ്ങുകയും മനുഷ്യർ സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോകുവാൻ ഇടവരുന്ന മൗഢ്യവും ദോഷകരവുമായ പല മോഹങ്ങൾക്ക് ഇരയായി തീരുകയും ചെയ്യുന്നു. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിന് മൂലമല്ലോ. ഇത് ചിലർ കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുഴന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിരിക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കുക, ഈ ദ്രവ്യാഗ്രഹം അഥവാ ദ ലവ് ഓഫ് മണി അത് വളരെ അപകടം പിടിച്ച മാരകമായ ഒരു ദോഷമാകുന്നു എന്ന് ഇവിടെ അപ്പോസ്തലൻ ചൂണ്ടിക്കാണിക്കുന്നു. പല ആളുകളും അതിനുവേണ്ടി, ധനത്തിനു വേണ്ടി ആഗ്രഹിച്ച് അവരുടെ വിശ്വാസ ജീവിതം തന്നെ തകർന്നുപോയി എന്ന് ഇവിടെ നാം കാണുന്നു. പൗലോസ് അപ്പോസ്തലൻ്റെ കാഴ്ചപ്പാടിൽ
എല്ലാത്തരം ദോഷങ്ങൾക്കും അതിൻ്റെ തായ്വേരായിരിക്കുന്നത് ദ റൂട്ട് ഓഫ് ഓൾ ഈവിൾ, ദാറ്റ് ഈസ് ദ ലവ് ഓഫ് മണി. പണത്തെ ഒരുവൻ സ്നേഹിക്കുന്നുവെങ്കിൽ അവരുടെ ജീവിതത്തിൽ എല്ലാത്തരം ദോഷങ്ങളും ഉണ്ടാകുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ധനത്തെക്കുറിച്ച് പറയുമ്പോൾ ബൈബിൾ ചില കാര്യങ്ങൾ ധനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ചില വചനങ്ങൾ നമുക്ക് വേഗം ഒന്ന് ചിന്തിച്ച് നോക്കിപ്പോകാം. ആവർത്തന പുസ്തകം 8-ാം അധ്യായം 18-ാം വചനം നമുക്ക് വായിക്കാം. ഡ്യൂട്ടറോണോമി ചാപ്റ്റർ 8 വേഴ്സ് 18 വായിക്കാം. നിന്റെ ദൈവമായ യഹോവയെ നീ ഓർക്കേണം. നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത തന്റെ നിയമം ഇന്നുള്ളതുപോലെ ഉറപ്പിക്കേണ്ടതിന് അവനല്ലോ നിനക്ക് സമ്പത്തുണ്ടാകുവാൻ ശക്തി തരുന്നത്. ഇവിടെ സമ്പത്തിനെ കുറിച്ച് ദൈവം പറയുന്നത് കേൾക്കുക. സമ്പത്ത് അതിൽ തന്നെ ഒരു പാപമല്ല. എന്നാൽ സമ്പത്തുണ്ടാക്കാൻ ദൈവമാണ് ശക്തി നൽകുന്നത് എന്ന് ഈ വാക്യത്തിൽ വായിക്കുന്നു. ധനമുണ്ടാക്കുവാനുള്ള ബുദ്ധിയും വിവേകവും ശക്തിയും ദൈവം തരുന്നു. അതിൽ തന്നെ അതൊരു പാപമല്ല. എന്നാൽ ഒരുവൻ്റെ ഹൃദയം ഈ സമ്പത്തിലേക്ക് ആശ്രയിക്കുകയും അതിനോട് പറ്റിപ്പിടിച്ചിരിക്കുകയും ചെയ്യുമ്പോൾ അതിനെ ധനസ്നേഹം എന്ന് വിളിക്കാം. അത് ദൈവവുമായിട്ട് എതിരായിട്ട് നിൽക്കുന്ന കാര്യമാകിയാൽ അത് ദോഷകരമാകുന്നു എന്നാണ് ഇവിടെ നാം വായിക്കുന്നത്. വീണ്ടും 1 ദിനവൃത്താന്തം 29-ാം അധ്യായം 12-ാം വാക്യം നോക്കാം. ഫസ്റ്റ് ക്രോണിക്കിൾസ് ചാപ്റ്റർ 29 വേഴ്സ് 12. ധനവും ബഹുമാനവും നിങ്കിൽ നിന്ന് വരുന്നു. നീ സർവവും ഭരിക്കുന്നു. ശക്തിയും ബലവും നിന്റെ കയ്യിലിരിക്കുന്നു. സകലത്തെയും വലുതാക്കുന്നതും ശക്തീകരിക്കുന്നതും നിന്റെ പ്രവൃത്തിയാകുന്നു. നാം ഇവിടെ വായിച്ച ഈ 2 വചനങ്ങളിലും നിന്ന് മനസ്സിലാക്കുന്ന കാര്യം, അതായത് എല്ലാ സമ്പത്തിൻ്റെയും സ്വത്തിൻ്റെയും ഓണർ, ഉടമസ്ഥൻ നമ്മുടെ ദൈവമാണ്. നാം ആരും ധനത്തിൻ്റെ ഉടമകളല്ല എന്ന് ഈ വചനങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നു. കർത്താവേ, ദൈവം പറയുകയാണ്, ധനവും ബഹുമാനവും നിങ്കിൽ നിന്ന് വരുന്നു എന്ന് ഈ വാക്യത്തിൽ നിന്ന് വായിക്കുന്നു. ദൈവമേ, നീ സർവവും ഭരിക്കുന്നു, എല്ലാം നിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. യു ആർ ദ അൾട്ടിമേറ്റ് ഓണർ. എല്ലാ ധനത്തിൻ്റെയും സ്വത്തുക്കളുടെയും ആത്യന്തികമായ ഉടമസ്ഥൻ ദൈവം തന്നെ ആകുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് പ്രിയ സഹോദരന്മാരെ, നമുക്ക് ദൈവം നൽകിയ ധനം, സാമ്പത്തികമായ സാധ്യതകൾ, അതൊക്കെയും അതിൻ്റെ ഉടമ നാം ആണെന്ന് നാം ആരും ചിന്തിക്കാൻ പാടില്ല. ദൈവം തന്നെയാണ് സാക്ഷാൽ ഉടമ എന്ന് നാം ചിന്തിക്കണം. ഇനിയും ധനം കൂട്ടിവെക്കുമ്പോൾ, ധനത്തിൽ മനസ്സ് വെക്കുമ്പോൾ അതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന 4 അപകടങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ദർ ആർ അറ്റ്ലീസ്റ്റ് 4 പെറിൽസ് ഓഫ് റിച്ചസ്. ധനത്തിൻ്റെ 4 അപകടങ്ങൾ. ഒന്നാമത്തെ കാര്യം, ധനം വർദ്ധിക്കുമ്പോൾ ഒരുവൻ ദൈവത്തെ മറക്കുവാൻ ഇടയാകുന്നു. ഇറ്റ് മേക്സ് വൺ ടു ഫൊർഗെറ്റ് ഗാഡ്. ആവർത്തന പുസ്തകം 8-ാം അധ്യായം 13, 14 പിന്നെ 17 വാക്യങ്ങൾ വായിക്കാം. ഡ്യൂട്ടറോണോമി ചാപ്റ്റർ 8 വേഴ്സസ് 13, 14 and 17. നിന്റെ ആടുമാടുകൾ പെരുകി നിനക്ക് വെള്ളിയും പൊന്നും ഏറി നിനക്കുള്ളതൊക്കെയും വർദ്ധിക്കുമ്പോഴും നിന്റെ ഹൃദയം നിഗളിക്കാതിരിപ്പാനും നിന്നെ അടിമ വീടായ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിക്കുകയും എന്റെ ശക്തിയും എന്റെ കൈയുടെ ബലവും ഈ സമ്പത്തുണ്ടാക്കി എന്ന് നിന്റെ ഹൃദയത്തിൽ പറയാതിരിപ്പാനും സൂക്ഷിച്ചു കൊള്ളേണം. ഇവിടെ ധനം വർദ്ധിക്കുമ്പോൾ ഇസ്രായേൽ ജനങ്ങളോട് ദൈവം പറയുകയാണ്, നീ എന്നെ മറക്കരുത്. അതിന് സാധ്യതയുണ്ട്. വെള്ളിയും പൊന്നും വർദ്ധിക്കുമ്പോൾ ഹൃദയം നിഗളിക്കാൻ നിനക്ക് സാധ്യതയുണ്ട്. ഇതൊക്കെ ഞാനാണ് ഇതിൻ്റെ ഉടമസ്ഥൻ, ഞാനാണ് ഇത് ഉണ്ടാക്കിയത് എന്ന് ഹൃദയത്തിൽ പറയാതിരിക്കുവാനും ദൈവത്തെ മറക്കാതിരിക്കുവാനും സൂക്ഷിച്ചുകൊള്ളണം എന്ന് ഇവിടെ വായിക്കുന്നു. രണ്ടാമത്തെ കാര്യം, ധനത്തിൻ്റെ രണ്ടാമത്തെ അപകടം, അത് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നതിന് ഒരുവന് തടസ്സമായി നിൽക്കുന്നു. ഇറ്റ് ഈസ് എ ഹിൻഡ്രൻസ് ടു എൻ്റർ ദ കിങ്ഡം ഓഫ് ഗാഡ്. വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 23-ാം വചനം. മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 19 വേഴ്സ് 23 വായിക്കാം. യേശു തന്റെ ശിഷ്യന്മാരോട്, ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് പ്രയാസം തന്നെ എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. ഇവിടെ ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് വളരെ പ്രയാസമാകുന്നു എന്ന് യേശു പ്രസ്താവിക്കുകയുണ്ടായി. അത് ദൈവരാജ്യത്തിൽ കടക്കുന്നതിന് ഒരു തടസ്സമായിട്ടാണ് യേശു പ്രസ്താവിച്ചത്. അതിനോട് നമുക്കാർക്കും വിഭിന്ന അഭിപ്രായം ഉണ്ടാകുവാൻ സാധ്യതയില്ല. യേശു പ്രസ്താവിച്ച ആ കാര്യം നാം അംഗീകരിച്ചേ പറ്റൂ. മറ്റൊരു വചനം കൂടെ അതുമായിട്ട് ചേർത്ത് വായിക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 19-ാം വാക്യം. മാർക്സ് ഗോസ്പൽ ചാപ്റ്റർ 4 വേഴ്സ് 19 വായിക്കാം. ഇഹലോകത്തിന്റെ ചിന്തകളും
ധനത്തിന്റെ വഞ്ചനയും മറ്റ് വിഷയമോഹങ്ങളും അകത്ത് കടന്ന് വചനത്തെ ഞെരുക്കി നിഷ്ഫലമാക്കി തീർക്കുന്നതാകുന്നു. ഇവിടെയും ഈ ധനത്തിൻ്റെ ചിന്തകൾ ദൈവവചനത്തെ ഞെരുക്കി നിഷ്ഫലമാക്കുന്നതാണ്. ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനത്തിന് അത് തടസ്സമുണ്ടാക്കുന്നു എന്ന് നാം കാണുന്നു. മൂന്നാമത്തെ ദോഷം, ധനത്തിൻ്റെ അപകടം എന്ന് പറയുന്നത്, അത് ക്ഷണികമാണ്. പെട്ടെന്ന് വരും, പെട്ടെന്ന് പോകും, അത് അനിശ്ചിതമാണ്. ഈ കാര്യങ്ങൾ നമുക്ക് ദൈവവചനത്തിൽ നിന്നും കാണാൻ സാധിക്കുന്നുണ്ട്. 49-ാം സങ്കീർത്തനം അതിൻ്റെ 10-ാം വചനത്തിൽ നമുക്കത് കാണാൻ സാധിക്കും. Psalm 49 and verse 10 വായിക്കാം. ജ്ഞാനികൾ മരിക്കുകയും മൂഢനും മൃഗപ്രായനും ഒരുപോലെ നശിക്കുകയും തങ്ങളുടെ സമ്പാദ്യം മറ്റുള്ളവർക്ക് വിട്ടേച്ചു പോവുകയും ചെയ്യുന്നത് കാണുന്നുവല്ലോ. ഇവിടെ കേൾക്കുക, സമ്പത്ത് പെട്ടെന്ന് ഇല്ലാതെയായി പോകുന്നതാണ്. അത് നോക്കി നിൽക്കുമ്പോൾ അത് ഇല്ലാതെയായി പോകും. അല്ലെങ്കിൽ അതിൻ്റെ ഉടമസ്ഥൻ അതിനെ വിട്ട് വേഗം ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടും. ഏത് രീതിയിൽ നോക്കിയാലും ഇറ്റ് ഈസ് ഫ്ലീറ്റിംഗ് ആൻഡ് അൺസർട്ടൻ. അത് ക്ഷണികമാണ്, അനിശ്ചിതത്വമുള്ളതാണ്. വീണ്ടും വായിക്കാം സദൃശവാക്യങ്ങൾ 23-ാം അധ്യായം 5-ാം വചനം വായിക്കാം. Proverbs chapter 23 and verse 5. നിന്റെ ദൃഷ്ടി ധനത്തിന്മേൽ പതിക്കുന്നത് എന്തിന്? അത് ഇല്ലാതായി പോകുമല്ലോ. കഴുകൻ ആകാശത്തേക്ക് എന്ന പോലെ അത് ചിറകെടുത്ത് പറന്നു കളയും. വിശദീകരണം ആവശ്യമില്ലാത്ത മനോഹരമായൊരു വചനമാണ്. കണ്ണ് ധനത്തിന്മേൽ പതിക്കുകയും അതിനുവേണ്ടി ആഗ്രഹിച്ച് അലയുകയും ചെയ്യുന്നത് എന്തിനാണ്? അത് കഴുകനെ പോലെ പെട്ടെന്ന് ചിറകെടുത്ത് അത് പറന്നു കളയും. ഒന്നുകിൽ ധനം നഷ്ടമാകും, അല്ലെങ്കിൽ നിങ്ങൾ ധനത്തെ വിട്ടിട്ട് പെട്ടെന്ന് പോകേണ്ടി വരും. രണ്ടായാലും എഫക്റ്റ് ഒന്ന് തന്നെയാണ്. യെരമ്യാവിൻ്റെ പുസ്തകം 17-ാം അധ്യായം 11-ാം വാക്യം കൂടെ നോക്കാം. ദ ബുക്ക് ഓഫ് ജെറമയ ചാപ്റ്റർ 17 ആൻഡ് വേഴ്സ് 11. ന്യായമായിട്ടല്ലാതെ ധനം സമ്പാദിക്കുന്നവൻ താൻ ഇടാത്ത മുട്ട പൊരുന്നിരിക്കുന്ന തിത്തിരി പക്ഷിയെ പോലെയാകുന്നു. അവന്റെ മധ്യ ആയുസ്സെങ്കിൽ അത് അവനെ വിട്ടുപോകും, ഒടുക്കം അവൻ ഭോഷനായിരിക്കും. ഇവിടെ അന്യായമായി ധനം സമ്പാദിക്കുന്ന മനുഷ്യനെ കുറിച്ചാണ് ഇവിടെ ഈ വചനം പറയുന്നത്. പഴയ നിയമത്തിൽ അങ്ങനെ പറഞ്ഞിരുന്നു, അന്യായമായിട്ട് ധനം സമ്പാദിക്കരുത്, ന്യായമായിട്ട് സമ്പാദിക്കാം എന്നുള്ള ഒരു ധ്വനിയാണ് അതിലുള്ളത്. എന്നാൽ അതിൻ്റെ പുതിയ നിയമത്തിലാകട്ടെ പഴയ നിയമത്തിലാകട്ടെ അതിൻ്റെ ആശയം, നിങ്ങൾ സമ്പാദിക്കുന്ന ധനം നിങ്ങളെ വേഗം വിട്ടുപോകും. ആ ധനം അവനെ വിട്ടുപോകും, ഒടുക്കം അവൻ ഭോഷനായിത്തീരും. സഹോദരി സഹോദരന്മാരെ, ദൈവമക്കളെ, നാം ധനം സമ്പാദിക്കുന്നത് നേരായ മാർഗത്തിലായിരിക്കണം. വ്യാജവും വളഞ്ഞ വഴിയും സർക്കാരിനെ വഞ്ചിച്ചും ഒന്നും നാം ധനം സമ്പാദിക്കാതെ സത്യമായി നേരെ ആയിരിക്കണം നമ്മുടെ ധനാഗമന മാർഗങ്ങൾ എന്ന് അത് സൂചിപ്പിക്കുന്നു. അല്ലാഞ്ഞാൽ ഒടുവിൽ അതിനെക്കുറിച്ച് നിങ്ങൾ ഖേദിക്കേണ്ടി വരും, വേദനിക്കേണ്ടി വരും, ഒടുക്കം നിങ്ങൾ ഭോഷനായിത്തീരും എന്നാണ് ദൈവവചനം പ്രസ്താവിക്കുന്നത്. ഇനിയും നാലാമത്തെ ധനത്തിൻ്റെ ആപൽ സാധ്യത എന്ന് പറയുന്നത്, ഈ ധനത്തെ കൂട്ടിക്കൂട്ടി വെക്കുന്നത് ഒടുവിൽ അവന് നിരാശയുണ്ടാക്കുന്നു, ഒടുവിൽ അവൻ ദുഃഖത്തിലേക്ക് ആഴ്ന്നു പോകുന്നു. അക്യുമുലേഷൻ ഓഫ് മണി ബ്രിങ്സ് ഡിസപ്പോയിൻമെൻറ്റ്. ഒടുവിൽ നിങ്ങൾക്ക് നിരാശയും ദുഃഖവും അത് വരുത്തുന്നു. ഇയ്യോബിൻ്റെ പുസ്തകം 27-ാം അധ്യായം 16-17 വാക്യങ്ങൾ വായിക്കാം. ദ ബുക്ക് ഓഫ് ജോബ് ചാപ്റ്റർ 27 വേഴ്സസ് 16 and 17. അവൻ പൊടി പോലെ വെള്ളി സ്വരൂപിച്ചാലും മണ്ണുപോലെ വസ്ത്രം സമ്പാദിച്ചാലും അവൻ സമ്പാദിച്ചു എന്നേ ഉള്ളൂ. നീതിമാൻ അത് ഉടുക്കും, കുറ്റമില്ലാത്തവൻ വെള്ളി പങ്കിടും. ഈ ധനത്തിൻ്റെ ദുഃഖവും സങ്കടവുമാണ് അവിടെ നാം ഇയ്യോബിൽ നിന്ന് വായിക്കുന്നത്. എത്ര പൊടി പോലെ വെള്ളി സ്വരൂപിച്ചാലും എന്തെല്ലാം സമ്പാദിച്ചാലും അത് സമ്പാദിച്ചു വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അവനൊടുവിൽ ദുഃഖമേ ഉണ്ടാകുകയുള്ളൂ. കാരണം നീതിമാൻ അത് ഏറ്റെടുക്കും, അവർക്ക് വേണ്ടി അത് കൊടുക്കപ്പെടും, നൽകപ്പെടും എന്ന് ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നു. ഇനി സമ്പത്തിനെക്കുറിച്ച് പറഞ്ഞാൽ അതെല്ലായ്പ്പോഴും ദോഷകരമല്ല. ദൈവഭക്തന്മാരായ ആളുകൾക്കും ധാരാളം ധനം ഉണ്ടായിരുന്നു എന്ന് പഴയ നിയമത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഉദാഹരണമായിട്ടും അബ്രഹാം ബഹുസമ്പന്നനായിരുന്നു. ദാവീദിനും ധാരാളം ധനവും സ്വത്തും ഉണ്ടായിരുന്നു. ശലോമോനാകട്ടെ, ഇയ്യോബാകട്ടെ, യോസേഫും, അതായത് അരിമത്തിയിലെ യോസേഫും ഒക്കെ, ഇവരൊക്കെയും
സമൃദ്ധിയുള്ളവരും ധനവാന്മാരുമായിരുന്നു എന്ന് കാണാൻ സാധിക്കും. ഈ ധനവുമായിട്ട് അവർ നല്ല രീതിയിൽ ജീവിച്ചു, അവർ ദൈവഭക്തിയോടെ ജീവിച്ചു എന്ന് പൊതുവെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതുകൊണ്ട് എല്ലായ്പ്പോഴും ധനം ഉണ്ടാകുന്നതും ധനം സമ്പാദിക്കുന്നതും ദോഷകരമാണ് എന്ന് പറയാൻ സാധ്യമല്ല. എന്നാൽ നമ്മുടെ ഹൃദയത്തിൻ്റെ മനോഭാവം ഈ ധനത്തോട് എങ്ങനെ ഇരിക്കുന്നു, വളരെ ചേർന്ന് ബന്ധപ്പെട്ടിരിക്കുന്നു എങ്കിൽ അത് നമുക്ക് ദോഷത്തിന് കാരണമായി തീരും. ഈ ധനമുണ്ടാക്കിയ, വളരെ പണമുണ്ടാക്കി അതിനുവേണ്ടി ബന്ധപ്പെട്ട് ജീവിച്ച ചിലരെക്കുറിച്ച് നമുക്ക് തിരുവെഴുത്തിൽ, ബൈബിളിൽ, വേദപുസ്തകത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ധാരാളം പണം കൂട്ടിവെച്ച് ധനികന്മാരായി തീർന്ന പല ആളുകൾക്കും അവരുടെ ജീവിതത്തിൻ്റെ അവസാനം വന്നപ്പോൾ ദുഃഖവും സങ്കടവും ഒരു ദുരന്തത്തിൻ്റെ അനുഭവവും ഉണ്ടായതായിട്ട് നമുക്ക് ചില ദൃഷ്ടാന്തങ്ങൾ കാണാൻ സാധിക്കും. ഞാൻ പേര് പറഞ്ഞു പോകാം. ഒന്ന് ലോത്തിനെക്കുറിച്ചാണ്. അബ്രഹാമും ലോത്തും തമ്മിൽ വഴിപിരിഞ്ഞു. ലോത്തിൻ്റെ കണ്ണ് ഈ ഭൂമിയിലെ സ്വത്തിലും സമൃദ്ധിയിലും ഒക്കെ ആയിരുന്നു. ഒടുവിൽ അവനത് കിട്ടി എന്ന് നമുക്കറിയാം. എങ്കിലും ഒടുവിൽ ഇതെല്ലാം അവനെ വിട്ടുപോയി. അവൻ ഒരു ഭോഷനായി തീർന്നു, അപമാനിതനായി തീർന്നു. ഒന്നും അവന് മിച്ചം കിട്ടിയില്ല. അത് സങ്കടകരമായ ഒരു കാര്യമാണ്. ഇനി ഗേഹസിയെക്കുറിച്ച് ചിന്തിച്ചാലോ? അവൻ്റെ കണ്ണ് സ്വത്തിലായിരുന്നു, ധനത്തിലായിരുന്നു. അതിനുവേണ്ടി വ്യാജം ഭോഷ്ക് പ്രയോഗിക്കുവാൻ ഗേഹസി മടിച്ചില്ല. കള്ളം പറഞ്ഞാണ് പലരും പണം ഉണ്ടാക്കുന്നത്. പ്രത്യേകിച്ചും ഈ കാലത്ത് നമ്മുടെ ലോകത്തിൽ ചുറ്റും നോക്കിയാൽ ബിസിനസ്സുകാരും ഓരോരോ വ്യാപാരം ചെയ്യുന്നവരൊക്കെയും ധാരാളം അസത്യങ്ങൾ പറഞ്ഞും പ്രവർത്തിച്ചുമാണ് ധനം കൂട്ടിവെക്കുന്നത്. എന്നാൽ അതിൻ്റെ അവസാനം ദുരന്തമായിരിക്കും. പലപ്പോഴും ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, കള്ളം പറഞ്ഞു തുടങ്ങിയാൽ ഒരു കള്ളത്തിൽ അത് അവസാനിക്കുകയില്ല. വീണ്ടും 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 നിങ്ങളതിൽ തുടരും. ഒടുവിൽ നിങ്ങളുടെ മനസാക്ഷി മരവിച്ച് ധാരാളം കള്ളം പറയാനും പ്രവർത്തിക്കാനും ഭോഷ്കിൻ്റെ വഴി എടുക്കുവാനും നിങ്ങൾക്ക് പ്രയാസമുണ്ടാവുകയില്ല. അതുകൊണ്ട് തുടക്കത്തിൽ തന്നെ നല്ല മനസാക്ഷി സൂക്ഷിച്ച് സത്യമായി നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. യൂദാ ഇസ്കരിയോത്താവിനെക്കുറിച്ച് ചിന്തിക്കുക. അയാളും പണത്തിന് വേണ്ടി ആഗ്രഹിച്ച്, ധനമുണ്ടാക്കുവാൻ വേണ്ടി ആഗ്രഹിച്ച് തൻ്റെ യജമാനനെ ഒറ്റിക്കൊടുത്ത ഒരുവനായിരുന്നു. അവൻ്റെ അവസാനം എത്ര പരിതാപകരമായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ദേമാസിനെക്കുറിച്ച് ചിന്തിച്ചാലോ? അപ്പോസ്തലനായ പൗലോസിൻ്റെ ഒരു സഹപ്രവർത്തകനായിരുന്നു, ഒരു നല്ല ശിഷ്യനായിരുന്നു തുടക്കത്തിൽ. എങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ ദേമാസ് പൗലോസിനെ വിട്ട് ഈ ലോകത്തിലേക്ക് പോയി എന്ന ഒരു പ്രയോഗമാണ് നാം 2 തിമോത്തിയോസ് 4-ാം അധ്യായം 10-ാം വചനത്തിൽ കാണുന്നത്. അത് വായിക്കാം. 2 തിമോത്തി ചാപ്റ്റർ 4:10. ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ട് തെസ്സലോനിക്കയിലേക്ക് പോയി. ക്രേസ്കസ് ഗലാത്യയ്ക്കും തീത്തോസ് ഡെൽമത്തേക്കും പോയി. ദേമാസിനെ കുറിച്ച് ഈ ലോകത്തെ സ്നേഹിച്ച് ഈ ആത്മീയ ശുശ്രൂഷയും പൗലോസ് അപ്പോസ്തലൻ്റെ കൂടെയുള്ള സഹപ്രവർത്തനവും ഒക്കെ മതിയാക്കി വിട്ടിട്ട് അയാൾ തെസ്സലോനിക്കയിലേക്ക് പോയി. അതൊരു ബിസിനസ് കേന്ദ്രമായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. ദേമാസിൻ്റെ കണ്ണ് ബിസിനസ്സിലേക്കും പണം ഉണ്ടാക്കുന്നതിലേക്കും ആയിരുന്നു എന്ന് നമുക്ക് നിരൂപിക്കാൻ കഴിയും. ഇനി സമ്പത്തിനെക്കുറിച്ച് 3 യാഥാർത്ഥ്യങ്ങൾ കൂടെ നമുക്ക് പറഞ്ഞിട്ട് മുമ്പോട്ട് പോകാം. There are 3 facts about money. ഒന്നാമത്തേത്, ധനം എന്നുള്ളത് ഒരു നല്ല ദാസനാണ്, പക്ഷേ വളരെ ക്രൂരനായ ഒരു യജമാനനാണ്. നിങ്ങൾ ധനത്തെ നിങ്ങളുടെ ഉടമസ്ഥനും യജമാനനുമാക്കി വെച്ചാൽ ആ ധനം നിങ്ങളെ വല്ലാതെ ഉപദ്രവിക്കും, നിങ്ങളെ വല്ലാതെ അത് ഞെരുക്കും എന്നുള്ളത് സത്യമാണ്. എന്നാൽ ധനം നല്ല ഒരു ദാസനാണ്. അതിനെക്കൊണ്ട് പണിയെടുപ്പിച്ചാൽ, അതിനെക്കൊണ്ട് പ്രയോജനപ്പെടുത്തിയാൽ ദൈവരാജ്യത്തിനും ആത്മീയ കാര്യങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾക്കും മറ്റുള്ളവർക്ക് കൊടുക്കുവാനും ചെലവിടുവാനും നല്ല കാര്യങ്ങൾ ചെയ്യുവാനുമുള്ള ഒരു നല്ല ദാസൻ എന്നുള്ള നിലയ്ക്ക് പണത്തെ ഉപയോഗപ്പെടുത്തുവാൻ കഴിയുന്നതാണ്. എന്നാൽ പണം നിങ്ങളുടെ യജമാനാകുവാൻ ഒരിക്കലും സമ്മതിക്കരുത്. മണി ഈസ് എ ഗുഡ് സ്ലേവ് ബട്ട് എ വെരി ഈവിൾ മാസ്റ്റർ. രണ്ടാമത്തെ സത്യം, നാം ഓരോരുത്തരും ഭൗതികമായ ധനത്തിലല്ല, അതിനേക്കാൾ ഉപരി ആത്മീകമായ സമ്പത്തിലും ധനത്തിലും നമ്മുടെ കണ്ണ് പതിക്കേണ്ടത് ആവശ്യമാണ്. എയിം അറ്റ് സ്പിരിച്വൽ റിച്ചസ്, അത് ഒരു യാഥാർത്ഥ്യമായി നാം അംഗീകരിക്കേണ്ടത് ആവശ്യമാണ്. മൂന്നാമത്തെ കാര്യം, അതിൻ്റെ ഒരു ദൃഷ്ടാന്തം കൂടെ ഞാൻ പറഞ്ഞു പോകാം. മോശയെക്കുറിച്ചാണ് പറയുന്നത്. മോശയുടെ ജീവിതത്തിൽ താൻ ചെറുപ്പമായിരുന്നപ്പോൾ
പല പല തീരുമാനങ്ങൾ എടുക്കേണ്ടി വന്നു മോശയ്ക്ക്. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ മോശയെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ശരിയായ നിർണയങ്ങൾ, തീരുമാനങ്ങൾ ശരിയായ സമയത്ത് എടുത്തു. അതുകൊണ്ട് അദ്ദേഹത്തിന് ആത്മീയമായ ധനം ലഭിച്ചു എന്ന് കാണാം. എബ്രായർ 11-ാം അധ്യായം 25-ഉം 26-ഉം വാക്യങ്ങൾ നോക്കാം. ഹീബ്രൂസ് ചാപ്റ്റർ 11 വേഴ്സസ് 25 and 26 വായിക്കാം. പ്രതിഫലം നോക്കിയതുകൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും മിസ്രൈമിലെ നിക്ഷേപങ്ങളേക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്ന് എണ്ണുകയും ചെയ്തു. മോശയുടെ മുമ്പിൽ 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് മിസ്രൈമിലെ ധനവും മാന്യതയും അവിടുത്തെ സുഖജീവിതവും, അത് ഒരു വശത്ത് നിൽക്കുന്നു. ക്രിസ്തുവിൻ്റെ നിന്ന, ദൈവജനത്തിൻ്റെ നിന്ന, ദൈവജനത്തോട്, അവിടെ അടിമകളായി ജീവിക്കുന്ന ദൈവജനമായ ഇസ്രായേൽക്കാരോട് ചേർന്ന് നിൽക്കുന്നതിൽ കൂടെ ഉണ്ടാകുന്ന അപമാനം. ഈ 2 കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ വെച്ച് മോശയെ തിരഞ്ഞെടുത്തു. ക്രിസ്തുവിൻ്റെ നിന്ന തിരഞ്ഞെടുത്തു. അതിനെ വലിയ ധനമെന്ന് കണ്ടെത്തി. ഹി ഹാഡ് സ്പിരിച്വൽ വിഷൻ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആത്മീയ ദർശനം ഒരിക്കലും മങ്ങിപ്പോകാൻ ഇടയാകരുത്. 3-ാമത്തെ കാര്യം വസ്തുത. നിങ്ങൾ എത്രയും കൂടുതൽ സ്വാർത്ഥനാകുമോ അത്രയും കൂടുതൽ നിങ്ങൾ പണത്തെ സ്നേഹിക്കും. നിങ്ങളിൽ സ്വാർത്ഥത വർദ്ധിച്ചു വരികയാണെങ്കിൽ നിങ്ങൾ പണത്തെ കൂടുതൽ സ്നേഹിക്കും എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. നാം ഇതുവരെയും പണസ്നേഹം എന്ന വിഷയമാണ് ചിന്തിച്ചു വന്നത്. അത് വളരെ ദോഷകരമായ ഒരു കാര്യമാണ്. ഇനി സ്വയത്തെ സ്നേഹിക്കുന്ന കാര്യം, സ്വയസ്നേഹം എന്നുള്ള കാര്യത്തെക്കുറിച്ചും ചില കാര്യങ്ങൾ നമുക്ക് വേഗം ചിന്തിക്കാം. ദ ലവ് ഓഫ് സെൽഫ് ഓർ ദ ലവ് ഓഫ് ഈഗോ. നമ്മുടെ സ്വയത്തെ സ്നേഹിക്കുന്നത് അതും ദോഷകരമായ ഒരു കാര്യമാണ്. നമുക്ക് മത്തായി സുവിശേഷം 6-ാം അധ്യായം 21-ാം വാക്യം വീണ്ടും വായിക്കാം. മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 6 വേഴ്സ് 21. നിന്റെ നിക്ഷേപം ഉള്ളിടത്ത് നിന്റെ ഹൃദയവും ഇരിക്കും. നിന്റെ നിക്ഷേപം എവിടെയാണോ, സാക്ഷാൽ നിക്ഷേപം എവിടെയാണോ, നിന്റെ ഹൃദയം അതിനോട് ചേർന്നിരിക്കും. നമ്മുടെ ഹൃദയം എപ്പോഴും ചേർന്നിരിക്കുന്നത്, ഒന്നുകൂടെ ചിന്തിച്ച് നോക്കിയാൽ, ധനത്തിലല്ല. ധനത്തെക്കുറിച്ച് എപ്പോഴും നാം ചിന്തിച്ചുകൊണ്ടിരിക്കുകയില്ല. നമുക്ക് പണമുണ്ടെങ്കിൽ അത് ബാങ്കിലോ അല്ലെങ്കിൽ വസ്തുവകയായിട്ടോ വീടായിട്ടോ ഒക്കെ അത് കിടക്കും, അവിടെ ഇരിക്കും. എപ്പോഴും അതിനെക്കൊണ്ട് ചിന്തിക്കേണ്ട ആവശ്യം പോലുമില്ല. എന്നാൽ എപ്പോഴും നമ്മുടെ ഹൃദയം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്വയം, നമ്മുടെ ഈഗോ, നമ്മുടെ അഹം, ഞാൻ, എൻ്റെ പേര്, എൻ്റെ മാന്യത, എൻ്റെ സ്ഥാനമാനം, ഇതിനെക്കുറിച്ച് നാം കൂടുതൽ അവെയറാണ്. എപ്പോഴും നമ്മുടെ മനസ്സ് അതിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ മനസ്സിനെ എപ്പോഴും നിറയ്ക്കുന്നത് നമ്മുടെ സ്വയത്തെ, നമ്മുടെ പേരിനെക്കുറിച്ചും നമ്മുടെ ഖ്യാതിയെക്കുറിച്ചും അഭിമാനത്തെക്കുറിച്ചുമൊക്കെയാണ്. എന്നാൽ നാം വായിച്ചുവല്ലോ, ഹെബ്രായർ 11-ാം അധ്യായത്തിൽ എൻ്റെ 27-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: വിശ്വാസത്താൽ മോശെ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിന്നു, രാജാവിൻ്റെ കോപം ഭയപ്പെടാതെ മിസ്രയീം വിട്ടുപോന്നു. മോശയെ സംബന്ധിച്ച് ദൈവം തന്നെ വിളിച്ച വിളി, ആ ആത്മീയമായ ദർശനം അദ്ദേഹത്തിന് വളരെ മുഖ്യമായിരുന്നു. തൻ്റെ പേരിനേക്കാളും തൻ്റെ മഹത്വത്തെക്കാളും ലോകത്തിലെ മാന്യതയെക്കാളും ദൈവത്തിൻ്റെ വിളി താൻ വലിയ കാര്യമായിട്ട് എടുത്തു. ആത്മീയ ദർശനം മോശയ്ക്ക് ഏറ്റവും വിലപ്പെട്ട ഒരു കാര്യമായിരുന്നു. ഇനി നാം ദൈവജനമായ ബൈബിളിലേക്ക് വരുമ്പോൾ ലൂസിഫറിനെ കുറിച്ച് നാം കാണുന്നു. ഈ ലൂസിഫർ ദൈവത്തിൻ്റെ ഒരു ദൂതനായിരുന്നു, ദൂതന്മാരുടെ ഒരു നേതാവായിരുന്നു എന്നൊക്കെയും നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അദ്ദേഹം, ഈ ലൂസിഫർ, വളരെ ഈഗോസെൻട്രിക് ആയിരുന്നു. തൻ്റെ സ്വയത്തിൽ കേന്ദ്രീകൃതമായ ഞാൻ എന്ന് തന്നെക്കുറിച്ച് അഭിമാനത്തോടെ പറയുന്ന, തന്നെക്കുറിച്ച് പൊക്കി പറയുന്ന ഒരുവനായിരുന്നു എന്ന് നമുക്ക് ബൈബിളിൽ നിന്ന് കാണുവാൻ കഴിയുന്നു. യെശയ്യാവിൻ്റെ പുസ്തകം 14-ാം അധ്യായം എടുക്കാം. ഐസയ്യ 14 വേഴ്സ് 12 ഓൺവേർഡ്സ് വായിക്കാം. അരുണോദയ പുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്തിൽ നിന്ന് വീണു? ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ, നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു? ഞാൻ സ്വർഗത്തിൽ കയറും, എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും. ഉത്തരദിക്കിന്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്ന് അരുളും. ഞാൻ മേഘ ഉന്നതങ്ങൾക്ക് മീതെ കയറും, ഞാൻ അത്യുന്നതനോട് സമനാകുമെന്നല്ലോ നീ ഹൃദയത്തിൽ. ഇവിടെ നോക്കുക, ഈ ലൂസിഫറിനെ കുറിച്ച് പറയുമ്പോൾ കുറഞ്ഞത് 5 പ്രാവശ്യം ഞാനിത് ചെയ്യും, ദൈവത്തോട് മത്സരിക്കും, ദൈവത്തോട് സമനാകും എന്നൊക്കെയും തന്നെക്കുറിച്ച് തന്നെ ഉയർത്തി പറയുന്ന, തന്നെക്കുറിച്ച് തന്നെ അഭിമാനം കൊള്ളുന്ന, തൻ്റെ സ്വയത്തിൽ
കേന്ദ്രീകരിച്ച് നിൽക്കുന്ന, തൻ്റെ മാന്യതയ്ക്കും പൊങ്ങച്ചത്തിനും വേണ്ടി നിൽക്കുന്ന ഒരുവനായിട്ടാണ് ലൂസിഫറിനെ കാണുന്നത്. എന്നാൽ ആ ലൂസിഫർ വെട്ടേറ്റ് നിലത്ത് വീണു. നീ പാതാളത്തിലേക്ക്, നാശകൂപത്തിൻ്റെ അടിയിലേക്ക് തന്നെ വീഴും എന്ന് അടുത്ത വാക്യത്തിൽ നമുക്ക് അവിടെ നാം കാണുന്നു. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ സ്വയത്തെ നാം സ്നേഹിക്കുന്നു എങ്കിൽ അത് ദൈവത്തിന് ദുഃഖമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ എൻ്റെ പേര്, എൻ്റെ മാന്യത, ആളുകൾ എന്നെക്കുറിച്ച് എന്ത് പറയും, എന്ത് ചിന്തിക്കും, ഇതിനെക്കുറിച്ച് നിങ്ങൾ കണക്കിലധികം ഭാരമുള്ള വ്യക്തിയാണോ? ആർ യു ഹൈലി കൺസേൺഡ് അബൌട്ട് യുവർ നെയിം ആൻഡ് റെപ്യൂട്ടേഷൻ? നിങ്ങൾക്ക് ഒരു നിന്ദ ഉണ്ടാകുമ്പോൾ, അപമാനം ഉണ്ടാകുമ്പോൾ അത് നിങ്ങളെ വളരെയധികം ദുഃഖിപ്പിക്കുന്നുണ്ടോ? ഈ കാര്യങ്ങളെ ഇന്ന് രാത്രി ചിന്തിച്ചു കൊള്ളുക. സ്വയത്തെ സ്നേഹിക്കുന്നത് വളരെ ദോഷകരമായ കാര്യമാണ്. സ്വയത്തെ സ്നേഹിക്കുന്നതിന് പകരം ദൈവത്തെ സ്നേഹിക്കുവാൻ നാം മനസ്സ് വെക്കണം. എന്നെക്കുറിച്ച് പറഞ്ഞാൽ, എൻ്റെ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞാൽ, ദൈവമേ അവിടുന്നാണ് എനിക്ക് മുഖ്യമായ വ്യക്തി. എൻ്റെ സ്വയം എന്നെക്കുറിച്ച് ആരും എന്തും പറയാം, എനിക്കത് പ്രശ്നമില്ല. എനിക്ക് അപമാനം വരുന്നെങ്കിൽ വന്നോട്ടെ. യേശുവിനെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശുവിനെക്കുറിച്ച് ഫിലിപ്പിയർ 2-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു. ഫിലിപ്പിയൻസ് 2-ാം അധ്യായം 5 മുതലുള്ള ചില വചനങ്ങൾ നമുക്ക് നോക്കാം. ഫിലിപ്പിയൻസ് ചാപ്റ്റർ 2 വേഴ്സസ് 5 ഓൺവേർഡ്സ്. ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസ്യരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. ഈ ഭാഗത്ത് ശ്രദ്ധിക്കുക. ഇവിടെ യേശുവിനെക്കുറിച്ച് പറയുന്നത് അവിടുന്ന് തൻ്റെ നാമം, തൻ്റെ മഹത്വം അന്വേഷിച്ചില്ല. യേശു തന്നെത്താൻ ചെയ്ത 2 കാര്യം ഇവിടെ പറയുന്നു. 8-ാം വാക്യത്തിൽ അവൻ തന്നെത്താൻ ഒഴിച്ചു. ഹി എംപ്റ്റീഡ് ഹിംസെൽഫ്. തന്നെ ഒരു പൂജ്യമായി കണക്കാക്കി. തൻ്റെ നാമവും പേരും ഒന്നും കാര്യമാക്കിയില്ല. അപമാനവും ദോഷം ചെയ്യുന്നത് ആളുകൾ അവനെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്തപ്പോൾ അത് സഹിച്ചു. അപമാനത്തെ സാരമില്ലെന്ന് വെച്ചു. പിന്നെ തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം എളിയവനായി ജീവിക്കുകയും ഒക്കെ ചെയ്യുവാൻ യേശു തിരഞ്ഞെടുത്തു. പ്രിയ സഹോദരങ്ങളെ, യേശുവിൻ്റെ മാതൃക നിങ്ങൾ അനുഗമിക്കുമോ, പിന്തുടരുമോ? അവിടുന്ന് തന്നെക്കുറിച്ച് തന്നെ അഭിമാനിച്ചില്ല, പൊങ്ങച്ചം പറഞ്ഞില്ല. ഞാൻ ആരാണെന്നറിയാമോ, ഞാൻ സ്വർഗത്തിൽ നിന്ന് വന്നവനാണ് എന്ന് തന്നെക്കുറിച്ച് ഉയർത്തി പറയുകയോ അഭിമാനിക്കുകയോ ഒന്നും ചെയ്യാതെ തന്നെത്താൻ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുത്തു. പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ സമ്പൂർണ്ണമായിട്ടും സമർപ്പിച്ചു. ഇന്ന് രാത്രി നാം ഈ വചനങ്ങളെ കേൾക്കുമ്പോൾ ഈ ഒരു നിർണയത്തോടെ നമുക്ക് മടങ്ങിപ്പോകാം. അതായത്, കർത്താവേ, ദൈവമേ, യേശുവിൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടതുപോലെയുള്ള ഒരു മഹത്വകരമായ സ്വയം താഴ്ത്തുന്ന താഴ്മയുടെ ഒരു ജീവിതം എനിക്ക് നൽകണമേ. യേശു പറഞ്ഞതുപോലെ, പിതാവേ, എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടമാകട്ടെ എന്ന് പറയുന്ന ആ ഒരു കാഴ്ചപ്പാട്, മനോഭാവം ദൈവമേ എനിക്ക് നൽകണമേ. എൻ്റെ മാന്യത, എൻ്റെ അഭിമാനം, എന്നെക്കുറിച്ചുള്ള പൊങ്ങച്ചം, എന്നെക്കുറിച്ച് മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ, ഇതൊക്കെ ഞാൻ വിട്ടുകളയുന്നു. ഐ വിൽ നോട്ട് ലവ് മൈ സെൽഫ്, ഐ വിൽ നോട്ട് ലവ് മൈ ഈഗോ. എൻ്റെ സ്വയം, എൻ്റെ അഭിമാനം, എന്നെക്കുറിച്ച് എൻ്റെ അഹം, അതിനെ ഉയർത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കട്ടെ. ഇന്ന് നാം കേട്ടത് 2 വിഷയങ്ങളാണ്. ധനസ്നേഹം, പിന്നെ സ്വയസ്നേഹം. ഈ 2 കാര്യങ്ങളും ദൈവത്തിൻ്റെ ഹൃദയത്തിന് ദുഃഖമുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്നും നാം മാറ്റിക്കളയുവാൻ ശ്രദ്ധിക്കണം. ദൈവമേ, എൻ്റെ ജീവിതത്തിലുള്ള എല്ലാ പണസ്നേഹവും മാറ്റി, സ്വയസ്നേഹവും മാറ്റി, ദൈവത്തിന് ഹിതകരമായ നല്ല ഒരു ജീവിതം നയിപ്പാൻ എനിക്ക് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നാം മുമ്പോട്ട് ജീവിക്കുന്നുവെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതം ഏറ്റവും മനോഹരമായി ദൈവത്തിനും മനുഷ്യർക്കും അനുഗ്രഹമായി തീരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.